ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സേവ് ദ ലൈഫിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ ഹരിപ്രസാദ്. ഇന്ന് മാർക്കറ്റിൽ ധാരാളം ആൻറ്റിബയോട്ടിക്കുകൾ ലഭ്യമാണ്. എന്താണ് ആൻറ്റിബയോട്ടിക്സ്? ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഇൻഡസ്ട്രിയിൽ അവർ ആർട്ടിഫിഷ്യലായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ സെൽസൊക്കെ ഡാമേജ് ആയതിനു ശേഷം അതിനെ എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന ക്രിസ്റ്റൽസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കാണുന്ന എല്ലാ ആൻറ്റിബയോട്ടിക്സുകളും ഉൽപ്പാദിപ്പിക്കുന്നത്. ആൻറ്റിബയോട്ടിക്സുകൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനും അതുപോലെ ചില പാരസൈറ്റ് മൂലമുണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെയും തടയുവാനുള്ള സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ്. ഇത് രണ്ട് രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നത്. ഒന്ന്, അത് നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയാസിനെ നശിപ്പിച്ചു കളയുന്നു, അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയകളുടെ വളർച്ചയെ തടയുന്നു. ഇങ്ങനെ രണ്ട് രീതിയിൽ ആൻറ്റിബയോട്ടിക്സ് വർക്ക് ചെയ്യുന്നു. നമുക്കറിയാം, നമ്മൾ ചില ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ആയിട്ട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ പലർക്കുമുള്ള പരാതിയാണ് ഡോക്ടേഴ്സ് ആൻറ്റിബയോട്ടിക്സ് ഒന്നും തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിന് നമ്മുടെ ശരീരത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രതിരോധ ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ചില ബാക്ടീരിയാസൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെതിരെ പ്രവർത്തിക്കുകയും നമ്മുടെ ശരീരത്തിലുള്ള ഹാംഫുള്ളായിട്ടുള്ള എല്ലാ ബാക്ടീരിയസിനെയും WBC നശിപ്പിക്കുകയും ചെയ്യും. അത്തരം കണ്ടീഷൻസിൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുക്ക പോയി കഴിഞ്ഞാലും അവർ ആൻറ്റിബയോട്ടിക്സ് ഒന്നും തന്നെ നമ്മൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യില്ല. എന്നാൽ ചില കേസുകളിൽ ഈ ഹാംഫുള്ളായിട്ടുള്ള ബാക്ടീരിയാസിൻ്റെ എണ്ണം നമ്മുടെ ശരീരത്തിൽ വളരെയധികം കൂടുതലായിരിക്കും. എന്നാൽ അത്തരം കണ്ടീഷൻസിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. ആ കേസിലാണ് നമ്മൾക്ക് ഒരു ആൻറ്റിബയോട്ടിക് ആവശ്യമായിട്ട് വരുന്നത്. നമ്മൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടർ നമ്മളുടെ പല കണ്ടീഷൻസിനെയും ചെക്ക് ചെയ്യും. അതായത് നമ്മളുടെ ഏത് ടൈപ്പിലുള്ള ഇൻഫെക്ഷൻസ് ആണ് നമ്മൾക്ക് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ നമ്മൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അലർജി ഉണ്ടോ, അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടോ, നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ, അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിംഗ് ആണോ, കുട്ടികളാണോ, അങ്ങനെ പല കണ്ടീഷൻസും നോക്കിയിട്ടാണ് ഒരു ഡോക്ടർ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് പലതരത്തിലുള്ള അസുഖങ്ങൾക്കും പലതരത്തിലുള്ള ബാക്ടീരിയാസാണ് കാരണമാകുന്നത്. അതുകൊണ്ട് ഒരസുഖത്തിനുള്ള ആൻറ്റിബയോട്ടിക് ചിലപ്പോൾ മറ്റൊരു അസുഖത്തിന് ഫലപ്രദമാവണമെന്നില്ല. ഒരു നല്ല ഡോക്ടറിന് മാത്രമേ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാ രീതിയിലുമുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യുവാനാണ് ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നത്. വൈറൽ ഇൻഫെക്ഷൻസിന് ആൻറ്റിബയോട്ടിക് ഒരിക്കലും ഫലപ്രദമല്ല. ആൻറ്റിബയോട്ടിക്സ് ഇപ്പോൾ സാധാരണയായിട്ട് കാണപ്പെടുന്ന ചില കോമൺ ആയിട്ടുള്ള പനി, ജലദോഷം അല്ലെങ്കിൽ തൊണ്ടയ്ക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ, അതൊക്കെ ചില വൈറൽ ഇൻഫെക്ഷൻ മൂലവും വരാം. അത്തരം അസുഖങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് ഒരിക്കലും എഫക്റ്റ് ആവില്ല. അതുപോലെ തന്നെ ചില ഡോക്ടേഴ്സ് സർജറികൾക്ക് മുമ്പായിട്ട്, അതായത് പ്രത്യേകമായിട്ട് ബൗൾ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഓർത്തോ റിലേറ്റഡ് ആയിട്ടോ ഉള്ള സർജറികൾക്ക് മുമ്പായിട്ട് ചില ഡോക്ടേഴ്സ് ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അത് വരാൻ പോകുന്ന ഇൻഫെക്ഷൻസിനെ തടയുവാൻ വേണ്ടിയാണ്. ആൻറ്റിബയോട്ടിക്സിന് പലതരത്തിലുള്ള സൈഡ് ഇഫക്റ്റുകളുമുണ്ട്. അതിൽ പ്രധാനമായിട്ടുമുള്ളതാണ് ഡയേറിയ, അതുപോലെ സ്റ്റൊമക്കിനുണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ എന്നിവ. അതുകൊണ്ടാണ് മിക്കവാറും എല്ലാ ഡോക്ടേഴ്സും നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്സുകൾ എഴുതുമ്പോൾ തന്നെ അതിനോടൊപ്പം ഒരു ആൻറ്റാസിഡ് ടാബ്ലറ്റ് കൂടി എഴുതുന്നത്. അതുപോലെ ചില പ്രായമുള്ള ആളുകളിൽ ബൗൾ ഇൻഫ്ലമേഷൻ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ബ്ലഡോട് കൂടിയ ഡയേറിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചില പ്രത്യേക തരം ആൻറ്റിബയോട്ടിക്സുകൾ, അതായത് എറിത്രോമൈസിൻ പോലെയുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഡെഫിനസിന് കാരണമാകുന്നുണ്ട്. അതുപോലെ സൾഫണമൈഡ്സ് ഒക്കെ കിഡ്നി സ്റ്റോണിന് കാരണമാകുന്നുണ്ട്. ടെട്രാസൈക്ലിൻ ഉപയോഗിക്കുന്നവരിൽ ലൈറ്റിനോട് ഭയങ്കര സെൻസിറ്റിവിറ്റി ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ചില സൈഡ് എഫക്റ്റുകളും ആൻറ്റിബയോട്ടിക്കുകൾക്കുണ്ട്. ആൻറ്റിബയോട്ടിക്സുകൾ പല രൂപത്തിലും ലഭ്യമാണ്. ടാബ്ലറ്റായിട്ടും, ക്യാപ്സ്യൂളായിട്ടും, ഇഞ്ചെക്ഷൻസ് ആയിട്ടും, സിറപ്പായിട്ടും, അതുപോലെ ടോപ്പിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്രീംസ് ആയിട്ടും ഓയിൻമെൻ്റ് ആയിട്ടും ഒക്കെ ആൻറ്റിബയോട്ടിക്സ് അവൈലബിൾ ആണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ രാജ്യങ്ങളിലും ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് പ്രിസ്ക്രിപ്ഷനിലൂടെ മാത്രം ലഭിക്കുന്ന മെഡിസിൻസ് ആണ്. ഒരിക്കലും ഓവർ ദ കൗണ്ടറായിട്ട് നിങ്ങൾ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യാൻ ശ്രമിക്കരുത്. ആൻറ്റിബയോട്ടിക്സുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്.
സ്മാർട്ടായിട്ടുള്ള ഉപയോഗമാണ് ആൻറ്റിബയോട്ടിക്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കെയർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എപ്പോഴാണോ ആൻറ്റിബയോട്ടിക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ മാത്രമേ അത് ഉപയോഗിക്കാവൂ. അതുപോലെ എപ്പോഴാണോ നിങ്ങൾക്ക് വേണ്ടി ഡോക്ടേഴ്സ് അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ആ കണ്ടീഷനിൽ മാത്രമേ നിങ്ങൾ ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാവൂ. WHO അഭിപ്രായം അനുസരിച്ചിട്ട് ഇപ്പോൾ ലോകത്തിലെ ആൻറ്റിബയോട്ടിക്കിൻ്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ്. നമുക്കറിയാം ചില ആളുകൾ എന്തിനും ഏതിനും ആൻറ്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നവരാണ്. അതുപോലെ കറക്റ്റായിട്ട് ആളുകൾ മെഡിസിൻസ് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്തരം കണ്ടീഷൻസിലൊക്കെ നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയ എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു ഡിഫൻസ് മെക്കാനിസം ഉണ്ടാക്കും. അത്തരം കണ്ടീഷൻസിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാലും ആ ബാക്ടീരിയ അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കും. ആ കണ്ടീഷൻസിനെയാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ കഴിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ കഴിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാകാം. എന്നാലും നിങ്ങൾക്ക് ആ അസുഖം തിരിച്ചു വരാതിരിക്കുവാൻ വേണ്ടി എത്ര നാളത്തേക്കാണോ നിങ്ങൾക്ക് ഡോക്ടർ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അത്രയും നാൾ തന്നെ നിങ്ങൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. മറ്റൊരു പ്രധാന കാര്യം, ആൻറ്റിബയോട്ടിക്കുകൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിന് വേണ്ടി മാത്രമാണ്. വൈറൽ ഇൻഫെക്ഷൻസിന് ആൻറ്റിബയോട്ടിക്സ് ഒരിക്കലും എഫക്റ്റീവ് ആകില്ല. അതുപോലെ തന്നെ നിങ്ങൾ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും അത് മറ്റുള്ളവരുമായിട്ട് നിങ്ങളുടെ മെഡിസിനെ ഷെയർ ചെയ്യുവാനും പാടില്ല. അതുപോലെ മറ്റൊരാൾക്ക് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൻറ്റിബയോട്ടിക് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കുവാനും പാടില്ല. പിന്നെയുള്ള ഒരു പ്രധാന കാര്യം, നിങ്ങൾ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്നത് നിങ്ങളുടെ അടുത്ത തവണത്തെ യൂസിന് വേണ്ടി ഒരിക്കലും സേവ് ചെയ്ത് വെക്കരുത്. കാര്യം അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യവുമാണ്. എപ്പോഴും നിങ്ങൾ മെഡിസിനോടൊപ്പം കിട്ടുന്ന ലീഫ്ലെറ്റ് നന്നായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം വേണം മെഡിസിൻസ് ഉപയോഗിക്കുവാൻ. അതുപോലെ മെട്രോണിഡസോൾ പോലെയുള്ള മെഡിസിൻസ് കഴിക്കുന്നവർ ആൽക്കഹോൾ ഒരിക്കലും ഉപയോഗിക്കരുത്. അതുപോലെ ടെട്രാസൈക്ലിൻ്റെ മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ ഡയറി പ്രോഡക്ട്സ് എല്ലാം തന്നെ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ ഇത്രയുമാണ് ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നിങ്ങൾക്കെല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഫോളോ ചെയ്യുവാനും ശ്രമിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ആൻറ്റിബയോട്ടിക്സ് ഒരിക്കലും നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഉപയോഗിക്കുവാൻ ശ്രമിക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. താങ്ക് യു.